ഇക്കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്റെ മരണശേഷം എന്റെ കുഞ്ഞുങ്ങൾ അനാഥരായി വഴിയിൽ അലയരുത്. ഞാൻ കൂടി ഇല്ലാതാവുമ്പോ കിടപ്പാടം പോലും ഇല്ലാത്ത അവരും പിച്ചക്കാരും തമ്മിൽ എന്താ വ്യത്യാസം? ആഹാരം, കിടപ്പാടം, വിദ്യാഭ്യാസം, സ്നേഹം, ഇതൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും നിങ്ങൾ എന്നെ സഹായിക്കണം. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ആനി പൊയ്ക്കൊള്ളൂ. ആനയുടെ പ്രശ്നം ഞാനും രക്തറച്ചനും കൂടെ ഒരുപാട് ആലോചിച്ചു. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് മുകളിൽ നിന്നൊരു ഉപദേശം കേൾക്കുന്നത് തെറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് അരമനയിലേക്ക് എഴുതിയിരുന്നു. ഇന്ന് പിതാവിൻ്റെ മറുപടി വന്നു. നമ്മുടെ അതിരൂപതയില് സഭയുടെ വകയായിട്ട് 3 അനാഥ മന്ദിരങ്ങളുണ്ട്. അവിടെ ആവുമ്പോൾ പിതാവിന് കാര്യങ്ങളൊക്കെ നേരിട്ടറിയാവുന്ന സ്ഥിതിക്ക് കുട്ടികളുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ലെന്നാണ് രക്തറച്ചനും പറയുന്നത്. ഫുഡ്, അക്കോമഡേഷൻ, ഭാവിയിലേക്കുള്ള ജീവിതത്തിൻ്റെയും തൊഴിലിൻ്റെയും സാധ്യതകൾ ഇതൊക്കെ അവിടെ വളരെ കൂടുതലാണ്. എനിക്ക് നേരിട്ടറിയാം. സെന്റ് ജോർജ് ഓർഫനേജ്. ഓർഫനേജ് വേണ്ട, അത് വേണ്ട ഫാദർ. വിഷമിക്കാനൊന്നുമില്ല. ആനിയും ജോണിയും ജീവിച്ച സാഹചര്യങ്ങളല്ല ഇന്ന് അനാഥ മന്ദിരങ്ങളിൽ. ചെണ്ടകുട്ടി പാട്ട് പാടാൻ കുട്ടികളെ തെരുവിൽ ഇറക്കാറില്ല. കൃത്യമായ ഫണ്ട്സ്, വിദേശ സഹായം, തൊഴിൽശാലകൾ. എന്തൊക്കെ ഉണ്ടായാലും അനാഥ മന്ദിരം അനാഥരുടെ മന്ദിരമല്ലേ ഫാദർ? അവിടെ നാഥനില്ലല്ലോ. അതുപോലൊരു സ്ഥാപനത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് കൃത്യമായി 3 നേരം ആഹാരം, ചിലപ്പോ അത് 2 നേരം, ചെറിയൊരു മുറിയിൽ 10-25 പേർ, വൃത്തിയില്ലാത്ത ഡോർമിറ്ററി. ആ സാഹചര്യങ്ങളെല്ലാം ഇപ്പൊ നന്നായിട്ടുണ്ടാവും. പക്ഷേ സ്നേഹം നൽകാൻ ആരുമില്ല, സുഹൃത്ത് ബന്ധങ്ങളില്ല, ഭാവിയിലോട്ടൊന്ന് ഓർമ്മിച്ചു വെക്കാൻ വേരുകളൊന്നുമില്ല. നമ്മൾ എത്ര അമർത്തി തുടച്ചാലും മായാത്ത അനാഥൻ എന്ന പേര് ഹൃദയത്തിൽ പേരെയായിരിക്കും ഒരിക്കൽ പുറത്തു വരിക. ഫാദറിന് ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉള്ളതല്ലേ? എന്റെ കുഞ്ഞുങ്ങളെ ഓരോ വീടുകളിൽ എത്തിക്കാൻ പറ്റുമോ? വീടുകളെന്ന് പറയുമ്പോ അഡോപ്ഷൻ, കുട്ടികളെ ദത്തെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ. എന്താ മക്കളെ ഇത്? അത്താഴം കഴിക്കുമ്പോഴും വേണോ ഇങ്ങനെ വഴക്ക്? അമ്മേ, ഇവനൊരു കഷ്ണം കൂടുതലാ. മോന് വേണ്ടത് അമ്മ തരില്ലേ? ദാ. ഞാൻ അടുത്തുള്ളപ്പോ തന്നെ ഇങ്ങനെ. അപ്പൊ പിന്നെ അമ്മ ഇല്ലാണ്ടായ ആരുണ്ട് നിങ്ങളെ വഴക്ക് പറയാനും നിയന്ത്രിക്കാനും ഒക്കെ? അമ്മ എങ്ങോട്ടേക്കാ പോണേ? പള്ളിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് നമുക്ക് ഇത്രയും പേർക്ക് കഴിഞ്ഞുകൂടാൻ പറ്റുമോ? നിങ്ങളും വളർന്നു വരികയല്ലേ. വട്ടപ്പാറ അച്ഛൻ അമ്മയ്ക്ക് വേറൊരു ജോലി ശരിയാക്കി തരാന്ന് പറഞ്ഞു. എവിടെയാ അമ്മേ?
അത് അത് കുറെ ദൂരെയാ, ജർമ്മനിയില്. അപ്പൊ ഞങ്ങളെയും കൊണ്ടുപോകത്തില്ല ജർമ്മനിയില്? കുട്ടികളെ കൊണ്ടുപോകാൻ അവര് സമ്മതിക്കുന്നില്ല അത് മോനെ. പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അമ്മേനെ ഒറ്റയ്ക്ക് വിടത്തില്ല. അമ്മ പോയ പിന്നെ മോനുനെ ആരാ നോക്കുന്നേ? മോനെ അമ്മ വേറൊരു വീട്ടിലേൽപ്പിക്കും. അവര് വളർത്തിക്കോളും. നിങ്ങളുടെ കാര്യവും അമ്മ തീരുമാനിച്ചിട്ടുണ്ട്. ചാച്ചനും അമ്മയും ഇല്ലാതെ നിങ്ങൾക്കിവിടെ കഴിയാൻ പറ്റുമോ? ഓരോ മക്കൾക്കും ഓരോ വീട്, ഒരുപാട് സ്നേഹമുള്ള ചാച്ചനും അമ്മയും, നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല സ്കൂള്. ഞങ്ങൾക്ക് വേറെ എവിടെയും പോണ്ട, അമ്മയുടെ കൂടെ കഴിഞ്ഞാ മതി. മീനു, എന്താ മോളെ? അമ്മ എന്തിനാ ഞങ്ങളുടെ നോണ്ട പറയുന്നേ? ജർമ്മനി പോവാന്നൊക്കെ സുഖമില്ലാത്തോണ്ടല്ലേ? അമ്മ മരിച്ചു പോവെന്ന് വിചാരിച്ചിട്ടല്ലേ? എന്താ ചേച്ചി, എന്തിനാ അമ്മ കരയുന്നേ? ഡോക്ടറല്ലേ ഇതൊക്കെ പറഞ്ഞത്, ദൈവമല്ലല്ലോ. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന് അമ്മയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത്. മോളെ, ഇത് ദൈവത്തിന്റെ തീരുമാനമാണ്. ഡോക്ടർ അത് മനസ്സിലാക്കി തന്നേ ഉള്ളൂ. അമ്മ പോയാല് അമ്മയുടെ ആത്മാവ് നിങ്ങളെ ഓർത്ത് വിഷമിക്കരുത്. പള്ളിയിലും മഠത്തിലും ഒക്കെ വളർന്ന അമ്മയ്ക്ക് ഇപ്പോഴും വിശ്വാസമില്ലല്ലേ? ഞാനും പിള്ളേരും ഈശോയോട് ഒരുപാട് കരഞ്ഞു പറഞ്ഞു. മനസ്സോർന്ന് പറഞ്ഞ ഈശോ കേൾക്കും. എനിക്കറിയാം എന്റെ അമ്മയ്ക്ക് ഒന്നും വരില്ല. അമ്മ സമാധാനായിട്ട് ഇവിടെ ഇരുന്നാ മതി. ഞാൻ എങ്ങനെയെങ്കിലും ജോലി എടുത്ത് അമ്മയും പിള്ളേരെ നോക്കാം. അമ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ആളാരാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഐ എം ഡോക്ടർ ഡേവിഡ്. ഇത് വൈഫാണ് മിനി. അകത്തേക്കിരിക്കാം. വരൂ. വരൂ. ഇരിക്കൂ. കുട്ടികളൊക്കെ എവിടെ? ഓ, സ്കൂളിൽ പോയി കാണും അല്ലേ? അനി, അവർക്കിപ്പോ കാപ്പിയും ചായയും ഒന്നുമല്ല ആവശ്യം. കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക, പിന്നെ മോനുകുട്ടിനെ ഒന്ന് കാണുക. ഉറങ്ങിയായിരുന്നല്ലേ? വാ മോനെ, പതുക്കെ പതുക്കെ.
അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലതും ചോദിക്കുകയോ പറയുകയോ പറ്റോ വേണമെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇനി മിസ്സസ് ജോണിയാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളെക്കുറിച്ച് എല്ലാം ഞാൻ ആനയോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചില സംശയങ്ങളൊക്കെ ആനയ്ക്ക് ബാക്കിയുണ്ടാവും. സംശയങ്ങളല്ല, എന്നാലും ഇതൊന്നും സാധാരണ നടക്കാറുള്ള കാര്യങ്ങളല്ലല്ലോ. എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം. എന്ത് വേണമെങ്കിലും ചോദിക്കാം ഫാദർ. നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടികളില്ലെങ്കിലും ഭാവിയിൽ ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ. സി മിസ്സസ് ജോണി, ഞാനൊരു ഡോക്ടറാണ്. ഒരു കുട്ടി ഉണ്ടാകാനുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ല എന്ന് ഉറപ്പായതിനു ശേഷമാണ് അഡോപ്ഷനെ കുറിച്ച് ചിന്തിച്ചത് തന്നെ. ഫാദറിനറിയാലോ. അതുകൊണ്ട് മാത്രം കുട്ടിയുടെ സേഫ്റ്റി ആയില്ലല്ലോ. ഞങ്ങൾ അതും ആലോചിച്ചു. എനിക്ക് കുടുംബ സ്വത്തായി കിട്ടിയ ഒരു എസ്റ്റേറ്റ് ഉണ്ട് വയനാട്ടിൽ. അതിന്റെ പകുതി കുട്ടിയുടെ പേർക്ക് ഇഷ്ടദാനം എഴുതി വച്ചിട്ട് അവനെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും. അഡോപ്റ്റ് ചെയ്താൽ പിന്നെ അവൻ എന്റെ സ്വന്തം മകനല്ലേ. എങ്കിൽ പിന്നെ നമുക്കിന്ന് പിരിയാം. അടുത്ത തിങ്കളാഴ്ച. അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞത്? ജോണി, എന്നോട് പൊറുക്കണേ. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്കൊക്കെ അങ്ങോട്ട് വരാം. മോനെ കാണണമെന്ന് തോന്നുമ്പോൾ ഒരു കത്തിട്ടാ മതി. ഞങ്ങൾ ഇങ്ങോട്ടും വരാം. ബന്ധങ്ങളൊന്നും അറ്റുപോയിട്ടില്ല, പോവുകയില്ല.